വെള്ളം കെട്ടി നിറയുമ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ ഈ കെട്ടിപ്പിടിച്ചിട്ടും കരഞ്ഞിട്ടും അവരെ സന്തോഷം പങ്കുവെച്ചിട്ടാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോണത്. 1.5 കിലോമീറ്റർ അപ്പുറം പോയി വെള്ളം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിന്ന് 25 ദിവസം കൊണ്ട് ടോട്ടലി ആ സ്കൂളിൻ്റെ സിലബസിൽ നിന്ന് മാറ്റം വരികയാണ്. അവരുടെ ഇടയിൽ നമ്മൾ ഈ കുപ്പിവെള്ളം പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ട് കഴിയുമ്പോൾ ഭയങ്കര പ്രയാസം. കുട്ടികളൊക്കെ ഇങ്ങനെ അത് കൊതിയോടെ നോക്കി കുപ്പിവെള്ളം. ഒരു കേരള രജിസ്ട്രേഷൻ ധാറിൽ ആഫ്രിക്ക കറങ്ങി. വെള്ളം കിട്ടാത്തവർക്കായി കിണറുകൾ സ്ഥാപിച്ചു. സർക്കാർ സ്കൂളിൽ വരെ കിണർ കുഴിച്ചു. അവിടുത്തുകാർക്ക് ദൈവതുല്യനായി. 11 മാസം മുൻപ് മലപ്പുറത്തു നിന്ന് യാത്ര തുടങ്ങിയ, പേരിനൊപ്പം യാത്രയെ ചേർത്ത ദിൽഷാദ് യാത്ര ടുഡേ. രണ്ടായിരത്തി 19 ശരിക്ക് ഞാനൊരു ലോങ് യാത്രക്ക് വേണ്ടി ഞാനൊരു ബുള്ളറ്റ് വാങ്ങി. ആ യാത്ര ശരിക്ക് കേരളത്തിൽ നിന്ന് കാശ്മീറിൽ നിന്ന് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളും ഒക്കെ കവർ ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിൽ ഒരു 4 മാസം ഒരു യാത്ര പ്ലാൻ ചെയ്തൊരു ബുള്ളറ്റ് വാങ്ങി. ഈ ബുള്ളറ്റിലായിരുന്നു പിന്നീട് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് 2021 ഇന്ത്യ ടു ആഫ്രിക്ക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ബുള്ളറ്റ് യാത്ര തുടങ്ങുന്നത്. ശരിക്ക് അതിൽ ട്രാപ്പായി പോകുന്നത് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തുന്ന ഒരു സമയത്താണ്. അതായത് മൊസാംബിക് എന്നുള്ള രാജ്യത്ത് എനിക്ക് ആദ്യമായിട്ട് ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് കിട്ടിയ ഒരു പരിചയക്കാരൻ, ഒരു മലയാളി, മൊസാംബിക് എന്ന് പറഞ്ഞ രാജ്യത്തുള്ള ആളായിരുന്നു. വാഹനം നേരെ മൊസാംബിക്കിലേക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ അതൊരു മണ്ടൻ തീരുമാനമായി പോയി എന്ന് തോന്നിയത് ഈ വാഹനം മൊസാംബിക്കിൽ എത്തിയിട്ട് മൊസാംബിക്കിൽ നിന്ന് ഈ സാധനം എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ 3 മാസത്തോളം കസ്റ്റംസ് ഈ വണ്ടി പിടിച്ചു വെച്ചിട്ട് എന്നോട് വില പേശിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വാഹനം എനിക്ക് വിട്ടു തരാൻ വേണ്ടി. അന്നാണ് ഞാൻ ശരിക്കും ആഫ്രിക്കനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു 3 മാസക്കാലം വണ്ടി കസ്റ്റംസിൽ കിടന്നിട്ടാണ് ഈ ഒരു ബുള്ളറ്റിൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ 2.5 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് അങ്ങനെ തുടങ്ങിയൊരു യാത്ര. 6 മാസം മൊസാംബിക്ക്, സിംബാബ്വെ, സാംബിയ, മലാവി, ഉഗാണ്ട, ബുറൂണ്ടി, കെനിയ, ഇങ്ങനെ ഒരു 8-10 രാജ്യങ്ങളൊക്കെ കറങ്ങി തിരിച്ച് ടാൻസാനിയയിൽ എത്തുമ്പോഴേക്കും 6 മാസമായിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ ഈ മാസമായതുകൊണ്ട് ഭയങ്കര വരൾച്ചുള്ള സമയം. എവിടെ നോക്കിയാലും ഈ വരൾച്ചയും, ഈ കഴുതപ്പുറത്തൊക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെറിയ കുട്ടികളൊക്കെ ഡ്രം എടുത്തിട്ട് മഞ്ഞ കന്നാസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നത് വെച്ചാൽ കുടിക്കാൻ എനിക്ക് വെള്ളം കിട്ടാത്ത സമയത്താണ് ഞാനിതിൻ്റെ ഒരു പ്രയാസം നേരിട്ട് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എവിടെയെങ്കിലും വലിയ ടൗണിൽ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കിട്ടും. അവിടെ ഈ കുപ്പിവെള്ളം വാങ്ങും. ഈ കുപ്പിവെള്ളം ശരിക്കും അവർക്ക് നിധി പോലെയാണ്. നമ്മൾ ഈ കുപ്പിവെള്ളമൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് കുടിക്കുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി വെക്കും. പക്ഷെ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇനി ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോയി ഒരു 10 കിണർ ചെയ്തു കൊടുക്കണം. അപ്പോഴേക്കൊക്കെ യൂട്യൂബൊക്കെ സെറ്റായി അതിൽ നിന്ന് വരുന്ന ഇൻകം കൊണ്ട് കിണർ ചെയ്തു കൊടുക്കാനുള്ള ധാരണയിലാണ് 2023 ഞാനൊരു മഹീന്ദ്ര താർ എടുത്തിട്ട് ആഫ്രിക്കയിലേക്ക് വീണ്ടും യാത്ര പോകുന്നത്. പിന്നെ നമുക്ക് വണ്ടിക്കുള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാനും കിടന്നിറങ്ങാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു സെറ്റപ്പ്. അതായത് നമുക്ക് ഈ ബൈക്ക് എടുത്ത് പോകുമ്പോഴും കാർ എടുത്ത് പോകുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണല്ലോ എക്സ്പെൻസിന്. അപ്പോൾ അത് കാരണം റൂം എടുക്കുന്ന ചിലവ് ഞാൻ മാറ്റിയിട്ട് വണ്ടിയിലുള്ളിൽ തന്നെ കിടന്നിറങ്ങാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി യാത്ര ആരംഭിച്ചു. കെനിയയിലേക്കാണ് ഇപ്രാവശ്യം വണ്ടി ഷിപ്പ് ചെയ്തത്. കെനിയ പോർട്ടിൽ ശരിക്കും 3 ദിവസം കൊണ്ട് തന്നെ വണ്ടി വിട്ട് കിട്ടി. പക്ഷേ 3 ദിവസം കൊണ്ട് കിട്ടിയ വണ്ടിയുടെ ഉള്ളിൽ ഒന്നും ഉണ്ടായില്ല. എല്ലാ സാധനങ്ങളും കസ്റ്റംസ് അടിച്ചു മാറ്റിയിട്ട്, ഞാൻ ഇട്ട ഡ്രസ്സടക്കം എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയിട്ട് അങ്ങനെ കാലി വണ്ടിയായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഈ വണ്ടി റിലീസ് ചെയ്യാൻ ചെന്ന സമയത്ത് വണ്ടിയിലെ ടോട്ടൽ സാധനങ്ങൾ പോയിട്ടുണ്ട്. അവസാനമായിട്ടൊരു വാട്ടർ ബോട്ടിലുണ്ട് ഡോർ പാഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, ഇതിൽ ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ, ഇത് ഞാൻ എടുക്കട്ടെ എന്നാണ് മൂപ്പരോട് ചോദിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ആഫ്രിക്കയാണ്, ഇവിടെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. വണ്ടീൻ്റെ ബോണ്ട് പൊന്തിച്ചിട്ട് ഇഞ്ചിൻ എവിടെ ഉണ്ടോ നോക്കി, ഇഞ്ചിൻ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം സേഫാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വണ്ടി കൊണ്ട് കെനിയയിൽ നിന്ന് യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു സിവിൽ വാർ നടക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നമാണ്. റോഡിലിട്ട് വണ്ടികൾ കത്തിക്കുക, ആളുകളെ കല്ലെറിയുക, വണ്ടിയുടെ ടയർ കത്തിച്ച് വഴി തടസ്സപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഈ വിഷയത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വേറൊരു കഷ്ടകാലം കൊണ്ട് വരുന്നത്. അപ്പം അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾഗ്രാമങ്ങളിലൂടെ പോകാൻ തുടങ്ങി. മൊംബാസ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഉൾഗ്രാമങ്ങളിൽ കയറി 100 കിലോമീറ്റർ പോയപ്പം ഞാൻ മുമ്പ് അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ട അതേ സാഹചര്യം. വെള്ളമില്ലാത്ത ആളുകൾ ഈ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ വരി നിൽക്കും. അതായത് ഓൾറെഡി ഉള്ള പുഴകളിൽ വീണ്ടും കുഴി ഉണ്ടാക്കിയിട്ട് ഈ കുഴിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ചെളിവെള്ളം ഉണ്ടാവും. ഈ ചെളിവെള്ളം ഒരു കന്നാസിൽ എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഇത് ഊറി
ഈ മേലത്തെ ചെളികളൊക്കെ പോകുമ്പോൾ മേലെ കുറച്ച് തെളിഞ്ഞ വെള്ളം കിട്ടും. ഈ വെള്ളമാണ് ഇവർ കൊണ്ടുപോയിട്ട് കുടിക്കുക. അങ്ങനെ അവിടെ ഒരു കിണർ ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അന്ന് എൻ്റെ കൂടെ ഒരു സുഹൃത്ത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഫസൽ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തന്നെ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് ആളുകളെ വിളിച്ചു, പണിക്കാരെ വിളിച്ചു നമ്മളൊരു കിണർ നേരിട്ട് ഇറങ്ങിയിട്ട് അന്ന് ചെയ്യാണ്. കെനിയയിൽ മൊംബാസയിലാണ് ആദ്യത്തെ കിണർ ചെയ്യുന്നത്. ആ കിണറോട് കൂടിയിട്ട് നമ്മുടെ സ്വപ്നം, അതായത് ആഫ്രിക്കയിൽ ഒരു കിണർ ചെയ്തു കൊടുക്കണം എന്നുള്ള സ്വപ്നം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം താൻസാനിയയിൽ വന്നു, അവിടെ 3 കിണർ, അവിടുന്ന് സാംബിയയിൽ കുഴൽക്കിണർ, ഒരുപാട് പേരൊക്കെ പോയിക്കും സഹായിക്കാനൊക്കെ ആയിട്ടും. ഏറ്റവും ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്ത് തീർത്ത ഒരു കിണറിൻ്റെ വർക്ക് ഒരു സ്കൂളിൽ ഞാൻ ഒരു കിണർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കാസിമാപ്പിയ എന്ന ആ ഗ്രാമത്തിൻ്റെ പേര്. ഗ്രാമത്തിലൊരു കിണർ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് അവിടെ വെള്ളം കിട്ടിയെന്ന് കണ്ട സമയത്ത് ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നമ്മളെ സ്കൂളിൽ വെള്ളമില്ല, അവിടെ ഓൾറെഡി ചർച്ചിൻ്റെ കീഴിൽ ഒരു കിണർ കുഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ വെള്ളം കാണാത്തതുകൊണ്ട് ഇട്ട് പോയി അവർ. പക്ഷേ ഇവിടെ ഞാനൊരു പ്രതീക്ഷയില്ലാതെ തുടങ്ങിയൊരു സ്ഥലമാണ്. വെറുതെ കുറേ കുട്ടികൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ, കാരണം കുട്ടികൾ ഡെയിലി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോകണം, 1.5 കിലോമീറ്റർ നടക്കണം. പെൺകുട്ടികൾക്കാണ് ഇതിൻ്റെ ചുമതല വെള്ളം കൊണ്ടുവരാനുള്ളത്. എന്നിട്ട് ഈ കുട്ടികൾ തലയിൽ വലിയ ബക്കറ്റൊക്കെ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ഓരോ പീരീഡ് ഓരോ കുട്ടികൾക്കാണ് ഈ വെള്ളം കൊണ്ടുവരേണ്ടത്. ഓരോ ക്ലാസ്സിനും ഓരോ പീരീഡ് വെച്ചിട്ട് വെള്ളം കൊണ്ടുവരാനൊരു പീരീഡ് ഒരു 10-12 മീറ്റർ ആയപ്പോഴത്തിന് മണ്ണൊക്കെ നല്ല നനവുള്ള മണ്ണ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഈ സാധനം വെള്ളം മേലെ എത്തിക്കാനുള്ളൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 100 മീറ്റർ കഴിഞ്ഞപ്പോൾ അവിടെ ടാങ്ക് ഉണ്ടാക്കി, അതിൻ്റെ മേലെ ടാങ്ക് വെച്ചിട്ട് പിന്നെ 100 മീറ്റർ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു ടോട്ടൽ ഏരിയ എന്നുള്ളത്. 25ാമത്തെ ദിവസം വെള്ളം നമ്മൾ കറണ്ട് കണക്ഷൻ കൊടുത്ത് ടാങ്കിൽ വെള്ളമായി. പിന്നെ പൈപ്പിൽ വെള്ളം എത്തിച്ച് പൈപ്പ് തുറക്കുന്ന സമയത്ത്, അതായത് കുട്ടികൾക്ക് 1.5 കിലോമീറ്റർ അപ്പുറം പോയി വെള്ളം കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നിന്ന് 25 ദിവസം കൊണ്ട് ടോട്ടലി ആ സ്കൂളിൻ്റെ സിലബസിൽ നിന്ന് മാറ്റം വരികയാണ്. ഇവർക്ക് നമ്മുടെയൊക്കെ സ്കൂളിലെ പോലെ തന്നെ സ്കൂളിൻ്റെ നേരെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്ന രീതിയിലേക്കാവുകയാണ്. പിന്നെ വെള്ളം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നൊരു രംഗമുണ്ട്. ഞാനപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി. അതായത് എനിക്ക് ഈ കുട്ടികൾ വെള്ളം എടുക്കുന്ന ഒരു വീഡിയോ കിട്ടിയാൽ മതി. പക്ഷെ കുട്ടികളൊക്കെ ഓടി ആദ്യം എൻ്റെ അടുത്തേക്കാണ് വന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ആ സമയത്ത് ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് നിൽക്കുക. ആ സമയത്ത് കുട്ടികൾ ഓടി വന്നിട്ട് സത്യത്തിൽ നമ്മളെ കണ്ണിറങ്ങിയൊരു സംഭവമാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ ഈ കെട്ടിപ്പിടിച്ചിട്ടും കരഞ്ഞിട്ടും അവരെ സന്തോഷം പങ്കുവെച്ചിട്ടാണ് പിന്നെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോണത്. വെള്ളം കെട്ടി നിറയുമ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി എൻ്റെ യാത്ര കംപ്ലീറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. കിണർ കുഴിക്കൽ ദിൽഷാദിന് പക്ഷേ എളുപ്പമായിരുന്നില്ല. നിരവധി പ്രതിസന്ധികളും നൂലാമാലകളും നേരിടേണ്ടി വന്നു. അതായത് വിസ കഴിയുന്നതിൻ്റെ തലേ ദിവസം ഈ വെള്ളം കിട്ടിയിട്ട് ഞാൻ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് അവിടുന്ന് അടുത്ത രാജ്യത്തേക്ക് പോണത്. പക്ഷേ ബോർഡറിലെത്താൻ നേരത്ത് പിന്നെ എമിഗ്രേഷൻ അതോറിറ്റി പിന്നെ പിടിച്ച് സ്കൂളിൽ ആരോട് ചോദിച്ചിട്ടാണ് ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുത്തതെന്ന് ചോദിച്ചു. സത്യത്തിൽ നമ്മളടുത്ത് നിയമങ്ങളൊന്നും അറിയില്ല. അപ്പം ഈ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗവും അതേപോലെ തന്നെ പോലീസും എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒരിങ്ങനെ ക്യാമ്പയിനായിട്ട് ഇങ്ങനെ ഞാൻ രാജ്യം വിടാൻ നിൽക്കുമ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എൻ്റെ പാസ്പോർട്ട് വാങ്ങുന്നു, എന്തിന് വന്നു, എന്തിന് കിണർ കുഴിച്ചു കൊടുത്തു, ഏതാണ് സംഘടന, ഏതാണ് കമ്പനി, പിന്നെ നിങ്ങൾ രാജ്യത്തിന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. എനിക്ക് ആകെ ഒരു ഉത്തരം പറയാനുള്ളത് ഞാൻ സഹായിക്കുകയാണെന്നുള്ളത്. പക്ഷെ അത് അവർ ചോദിക്കണത് എന്തിന് സഹായിക്കണത്. അത് കഴിഞ്ഞ് നേരെ സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വില്ലേജിൽ ഒരു കിണർ ചെയ്തു കൊടുത്ത ഒരു സഞ്ചാരിയാണ്, ഞാൻ അങ്ങോട്ട് പോയിട്ട് സമീപിച്ചിട്ട് പറഞ്ഞതാണ് ഒരു കിണർ ചെയ്തു തരുന്നുള്ളത്. അങ്ങനെ ചെയ്തതെന്നാണ്. പക്ഷേ അവിടുത്തെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സംഘടനകൾ WHO ഇവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ഒരു ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഫണ്ടുകളൊന്നും പ്രോപ്പറായിട്ട് ഏറ്റവും ഫൈനൽ പേഴ്സൻ്റെ കയ്യിൽ എത്തുന്നില്ല. അപ്പം ഈ ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ട്, ഈ ആളുകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആര് ചാരിറ്റി ചെയ്യാൻ വന്നാലും അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോ ഇത് അറിയിക്കണം എന്നുള്ള നിയമം അവിടെ ഉണ്ട്. പക്ഷെ നമുക്കിത് അറിയില്ലല്ലോ. കുഴപ്പമില്ല, അവർ കുറേ നേരത്തെ സംസാരത്തിന് ശേഷം അവർ വിട്ട് ഇപ്പം ടോട്ടൽ 13 കിണറുകളായി. ഇനിയിപ്പം ശരിക്കും കറൻ്റ്ലി മൊസാംബിക്കിലാണ് നമ്മുടെ വണ്ടി ഉള്ളത്. മൊസാംബിക്കിൽ കുറച്ച് സിവിൽ വാറും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടി സത്യത്തിൽ അവിടെ ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറി തിരിച്ചു പോകണം. ബാക്കി ഏകദേശം ഒരു 30 കിണറുകൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാണ്. സാധാരണഗതിയിൽ കുറേ ആളുകൾ വീഡിയോ കണ്ടിട്ട് പറയും നിങ്ങളെപ്പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. നമ്മളെപ്പോലെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്ന സ്റ്റൈൽ മാറ്റിയാൽ മതി. നമ്മളൊരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ വെച്ചിട്ട് ഊട്ടിയാണെങ്കിൽ ഊട്ടി, ആ ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ യാത്ര ശരിക്കും സംഭവിക്കുന്നത് ഈ യാത്രക്കിടയിലാണ്. അപ്പം റിയൽ ലൈഫിലേക്ക് ഇറങ്ങിച്ചില്ല. നമ്മൾ ഇതുവരെ കാണാത്ത ആളുകളെ മുഖത്ത് നോക്കി ചിരിക്കുക, അതൊക്കെയാണ് യാത്രയിൽ നിന്ന് കിട്ടുന്ന ഓരോരോ രസങ്ങൾ. ഞാൻ 2016 സൗദിയിൽ
ഹൗസ് ഡ്രൈവറായിരിക്കുമ്പോഴാണ് ശരിക്കും യാത്രകൾ എന്ന് പറഞ്ഞൊരു പ്ലാന് തുടങ്ങുന്നത്. എന്നിട്ട് ഏകദേശം നാട്ടിലൊക്കെ പോയിട്ട് ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ബുള്ളറ്റ് യാത്രയിൽ എത്തുന്നത്. അങ്ങനെയാണ് ശരിക്കും ഞാൻ എൻ്റെ നാടായ മലപ്പുറം ചേലാമ്പ്രന്ന് യാത്ര തുടങ്ങുന്നത്. ആ ഒരു യാത്രകളാണ് ഇപ്പം ആഫ്രിക്കയിൽ മൊസാംബിക്ക് വരെ 26 രാജ്യങ്ങളായിട്ട് എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു യാത്രകൾക്ക് വേണ്ട ഫണ്ട് ഏറെക്കുറെ ഈ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന യൂട്യൂബർമാർക്കൊക്കെ അറിയാൻ മതിയാവും. ട്രാവൽ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂ അത് എത്രത്തോളം ഇതിൽ കവറായി പോകും എന്നുള്ളത്. അതിലിപ്പോൾ ഇനി 1-1.5 ലക്ഷം ഒക്കെ കിട്ടിയാലും അതിൻ്റെ ഒരു 90% യാത്രയ്ക്ക് വേണ്ടി തന്നെ ചിലവാക്കാൻ പറ്റുള്ളൂ. ശരിക്കും യാത്ര തുടങ്ങുന്ന സമയത്ത്, ആദ്യത്തെ ആഫ്രിക്കൻ യാത്ര തുടങ്ങുന്ന സമയത്ത് കയ്യിലൊന്നുമില്ല ശരിക്ക്. ഈ ഷിപ്പ് ചെയ്ത് വണ്ടി അവിടെ ദുബായിലെത്തിയപ്പോൾ തന്നെ ഏകദേശം വറ്റി തുടങ്ങി. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇതിന് വന്നിട്ട് വേണം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ യാത്ര ടുഡേ എന്നുള്ളൊരു ചാനലിൻ്റെ മുഖം തന്നെ മാറുന്ന രീതിയിൽ നമുക്ക് സൗദിയിൽ നിന്ന് MTC എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് ആ സ്പോൺസറായിട്ട് വരുന്നത്. എക്സ്പീരിയൻസസുകൾ എന്ന് പറയുമ്പം ഒഫീഷ്യൽസ് നമ്മുടെ സാധനങ്ങൾ അവരെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടേതാണ്. പിന്നെ നമുക്ക് ചോദിച്ച് പറഞ്ഞ് എല്ലാം പറ്റില്ല, ഇത് എൻ്റെ ബൂട്ടാണ്, എൻ്റെ ജാക്കറ്റാണെന്നൊന്നും. മൊസാംബിക്ക് എന്ന രാജ്യത്ത് കയറുമ്പം എന്നോട് വിസക്ക് $200 ചോദിച്ചു. ഒരു രാജ്യത്തിൻ്റെ എമിഗ്രേഷൻ സിസ്റ്റം $200 വേണം എന്ന് പറഞ്ഞിട്ട് വില പേശിയാണ് ഞാനും അയാളും തമ്മിൽ. ഞാൻ പറഞ്ഞു 100 ഉള്ളൂ വിസ കയറി. അയാൾ അങ്ങനെ 180 ആക്കി, ഞാൻ 120 ആക്കി. അങ്ങനെ 150-നാണ് നമ്മൾ വിസ കച്ചവടാക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ വിസ. എന്നിട്ട് 150-ന് ഉറപ്പിച്ച വിസ അടിക്കുമ്പോൾ അവരെന്നോട് പറയാണ് വിസ അടിക്കാനുള്ള നെറ്റില്ലാന്ന്. അങ്ങനെ ഞാൻ സാമ്പിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് സാമ്പിയൻ്റെ സിമ്മിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് ഹോട്ട്സ്പോട്ട് ഇട്ട് കൊടുത്തിട്ട് മൊസാംബിക്ക് എന്ന രാജ്യത്തിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഓണായി എൻ്റെ ഹോട്ട്സ്പോട്ടിൽ എനിക്ക് വിസ അടിച്ച് തരികയാണ്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് 150 തന്നെയാണ് കേട്ടോ, നെറ്റ് എൻ്റെതാണെങ്കിലും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളിയാക്കലുകളല്ല, ഒരു രാജ്യത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ് സത്യത്തിൽ ഇതൊക്കെ. വിദ്യാഭ്യാസം എന്നുള്ളൊരു സാധനം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്ക ടോട്ടലി മാറും. കാരണം അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവർക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. കോപ്പർ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, മരതകം, വെള്ളി, എന്ത് സാധനമാണ് അവർ ഇഷ്ടംപോലെ ഭൂമിൻ്റെ അടിയിലുണ്ട്. ഇനി ഇവർക്ക് വിദ്യാഭ്യാസം എന്നുള്ള സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആഫ്രിക്ക മാറും. ഈ സാധനം കൊടുക്കാതിരിക്കലാണ് ശരിക്കും ഈ ലോകത്തുള്ള പല രാജ്യങ്ങളും ചെയ്യുന്നത്. കാരണം ആഫ്രിക്കയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോകം ഭരിക്കേണ്ടവരവരാണ്. ഒരു രാജ്യത്ത് തിരിച്ചു വരുമ്പോൾ കുറേ കടം കൊണ്ടുവരും. ഏകദേശം 26 രാജ്യങ്ങളായി യാത്ര ടുഡേ. പിന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു വരുമ്പം കാര്യമായിട്ട് അവരുടെ കറൻസിയും പിന്നെ അവരുടെ കോയിനും, ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം എടുത്തു വെക്കാൻ പറ്റിയൊരു സുവനിയർ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവരും. ആദ്യം ഈ മണ്ണ് കളക്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണും ഈ ചെടിയൊക്കെ ഫ്ലൈറ്റിൽ വേറെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമം ഉണ്ട് ശരിക്കും. ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നമ്മൾ എത്ര ദരിദ്രമാണെന്ന് പറയുമ്പോഴും അവർ വൃത്തിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാളും എത്രയോ ബെറ്ററാണ്. റോഡ് സൈഡിൽ പിന്നെ ഈ വേസ്റ്റ് ഇടുക, തുപ്പുക, ഈ സംഭവങ്ങളൊന്നും അവരിലില്ല. ഞാൻ 2006 വരെ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അതൊരു ഹോസ്റ്റൽ ലൈഫായിരുന്നു. അവിടെ എല്ലാ ദിവസവും ഈ വൈകുന്നേരങ്ങളിൽ ഈ സഞ്ചാരത്തിൻ്റെ ഓരോ വോളിയം 1 by 1 ആയിട്ട് കേട്ടും. സന്തോഷ് ജോർജ് കുളങ്ങരൻ്റെ. നമുക്ക് ആകെ ഈ സ്ഥാപനത്തിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇത് കാണലാണ്. യാത്ര ചെയ്യാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും മൂപ്പർ തന്നെയാണ്. നമ്മളെക്കാളിലൊക്കെ എത്രയോ മുന്നേ ഈ ക്യാമറയും പിടിച്ച് വെയിലും കൊണ്ട് പട്ടിണി നടന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു. അത് ശരിക്കും അദ്ദേഹം തന്നെയാണ് എൻ്റെ യാത്രയിലും ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. ഒരു ഹോബിക്കപ്പുറം യാത്രകൾ എന്താണ്? ഊരും പേരുമൊന്നും അറിയാത്ത മനുഷ്യരുടെ ജീവിതം മാറ്റിമറിക്കാനും അവരെ സഹായിക്കാനും ഒരു സഞ്ചാരിക്ക് കഴിയുമോ? കഴിയും. ദിൽഷാദ് ജീവിതത്തിലൂടെ തെളിയിക്കുന്നതും അതാണ്. ഇനി പോയിട്ട് അത് 30-നും 50-ഓ ഞാൻ എത്ര കാലം ആഫ്രിക്കയിൽ ഉണ്ടാവും അത്രയും കാലം മാക്സിമം പറ്റുന്ന കിണറുകളൊക്കെ ചെയ്തു കൊടുത്ത് തിരിച്ച് പോരണം എന്നാണ് ആരെങ്കിലും. കുറേയേറെ പ്രയാസങ്ങളുണ്ട്, പക്ഷെ അതിലേറെ അനുഭവങ്ങളുള്ളതുകൊണ്ട് തന്നെ പ്രയാസങ്ങളൊന്നും അനുഭവങ്ങളെക്കാൾ വലുതല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രയായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ.